1200 ഓഡീഷൻ്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന മീൻസ് നമ്മൾ ഈ ലേറ്റസ്റ്റ് അടുത്തിടെയായിട്ട് നമ്മൾ കുറേ വാർത്തകൾ ഫേക്ക് ആയിട്ടുള്ള ഓഡീഷനെ പറ്റിയിട്ടും അതുപോലെ പ്രൊമോഷന് പോലും അങ്ങനത്തെ ഒരു ആൾക്കാർ ഇപ്പം വാഴ 3 അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ അതിന് മുന്നേ ഓഡീഷൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ആയിട്ടുള്ള ഇത് കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു നല്ലൊരു വേയിലേക്ക് നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? ഐ മീൻ ഒരു എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓഡീഷൻ ഫേക്ക് ആണോ? അതായത് ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ഓഡീഷൻ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ അറിയാം. നമുക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ അവർ തന്നെ പറയും. ഇപ്പോൾ വാഴ 3 അതുപോലെ ആശീർവാദിൻ്റെ ഈ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഓഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ 2016 നമുക്കിത് ഓഡിഷൻ നമുക്കിത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ കാസ്റ്റിംഗ് കോൾ ഞാൻ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട ആ ഓഡിഷൻ കോൾ OLX-ലാണ് ഉണ്ടായിരുന്നത്. OLX-ലാണ് ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നത്. അത് അങ്ങനെയൊക്കെ ഓരോ സാധനം ഫേക്ക് സാധനങ്ങൾ. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര സിനിമയിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതിൽ OLX-ൽ ഒരു ഓഡിഷൻ കോൾ അതുപോലെ അഭിനയിക്കുന്ന ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് OLX-ൽ അപ്പോൾ ഞാൻ ശരി എറണാകുളത്ത് നിന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അവിടെ കുറച്ച് പൈസ ഒരു പോർട്ട്ഫോളിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു 10,000-15,000 രൂപ മേടിച്ച് എടുത്തു തന്ന ഫോട്ടോ ആണെങ്കിൽ കച്ചറ ഫോട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേക്ക് ഓഡിഷൻ കോൾസ് എപ്പോഴും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ ഇപ്പോൾ ഉള്ളൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫെഫ്കഡൻ എന്തോ ഒരു ഇത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ല അവിടെ വിളിച്ചു ചോദിക്കാം ഇങ്ങനത്തെ ഒരു സിനിമ തുടങ്ങുന്നുണ്ടോ, അങ്ങനെ അതിനുള്ള സൗകര്യം ഉണ്ട്. അല്ലെങ്കിൽ ഈ ഏത് പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിന് ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാവും. ഇപ്പോൾ ജെന്യൂനായിട്ട് ഇപ്പോഴത്തെ എനിക്കറിയില്ല, പണ്ടൊക്കെ ഓഡിഷൻസ് ഫോർ യു അതുപോലെ ഫ്രീ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേജസ് ഉണ്ടായിരുന്നു. അതിൽ ജെന്യൂനായിട്ടുള്ള ഓഡിഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്.